അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് ട്രോളുകളും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യുമെന്നും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എങ്ങനെയാ ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ? ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയ നഷ്ടങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഏറ്റവും ഹാപ്പിനെസ്സും ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോളുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന അതിനകത്ത് സങ്കടങ്ങളുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഞങ്ങളുടെ എന്നാണ് ഈ ഒരു ദിവസം കൂടാൻ. അപ്പം സുരാജിനൊന്നും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു പരിചയമില്ല. സുരാജ് പുതിയ മെമ്പറാണ്. അപ്പം ഞങ്ങൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു യാത്രയിൽ ഞങ്ങൾ എല്ലാ മിമിക്രിക്കാരും ഒരുമിച്ച് മൂന്നാറിൽ ഫാമിലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാ ഫാമിലിയും ഭാര്യമാരും മക്കളും എല്ലാം പ്രേക്ഷകരായിരുന്നുകൊണ്ട് ഞങ്ങൾ പെർഫോം ചെയ്തു. ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്തു ക്യാമ്പ് ഫയറിലിട്ട്. അപ്പം ഞങ്ങൾ വന്ന സമയം തൊട്ട് നമ്മൾ ഇൻട്രോ നമ്മൾ പറയണം ഞാൻ പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ പെർഫോമൻസ് തുടങ്ങിയാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരവരുടെ പെർഫോമൻസ് എന്താണോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഭാര്യമാർക്കൊക്കെ അതൊരു പുതിയ ഭയങ്കര രസമായിരുന്നു. അത് നിങ്ങളെല്ലാവരും ഈ ഫാമിലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു സർക്കിൾ ആകുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു കുട്ടികളുടെ ഒരു ഗ്യാങ്, ഞങ്ങൾ ലേഡീസ് ഒരു ഗ്യാങ്, എല്ലാവരും അങ്ങ് എൻജോയ്മെന്റാ. ചേച്ചി നേരത്തെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒളിച്ചോട്ടത്തിന്റെ കാര്യവും ലവ് മാരേജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് നിങ്ങൾ 21 വയസ്സ് 24 വയസ്സുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾ മുതിർന്ന 2 പെൺകുട്ടികളുടെ അച്ഛനും അമ്മയാ. അപ്പൊ ഇപ്പം അത് ആലോചിക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു പേരൻസ് എന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ എൻ്റെ മോളോട് പറയുമ്പോഴേ ഞങ്ങളിപ്പോ അവൾക്ക് 25 വയസ്സായി. അപ്പൊ അവളോട് ഞങ്ങൾ പറയും ഇനിയിപ്പോ കല്യാണമൊക്കെ നോക്കി തുടങ്ങാലോ. അപ്പൊ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നന്ദു, നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീയായി, നിങ്ങക്ക് ബുദ്ധിയില്ലാണ്ട് നിങ്ങൾ കല്യാണം. പക്ഷേ അല്ല, ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ അനുഭവമാണ്. അവർ പറയുന്നത് ഒളിച്ചോട് എന്തിനാ ഒരു ക്ലീഷ ആയിട്ട് അവർ പറയുന്നത്. നമ്മൾ അന്നത്തെ പ്രഷർ അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇന്ന് നമ്മളോട് പറയും നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ നടത്തി തരിക എന്നുള്ളതാണല്ലോ വിഷയം. ഇപ്പം നിങ്ങളൊക്കെ കുറെ കൂടെ ഓപ്പൺ ആയിട്ടുള്ള അല്ലേ? എന്ത് കാര്യം ഇപ്പൊ എന്നോട് ഷെയർ ചെയ്യും. അവർക്കൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും സെറ്റിൽ ആവട്ടെ, സെറ്റിലായിട്ട് മതി എന്നുള്ളത് എന്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു വ്യക്തമായൊരു കാഴ്ചപ്പാട്. ഇവളോട് പറയാം, എന്നോട് പറയില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ എന്താ അങ്ങനെ ആരാധ എന്താന്ന് ചോദിക്കും. പക്ഷെ ഇവള് കറക്റ്റ് കാര്യങ്ങള് ഇവള് എടുത്തിട്ട് ഇവള് സ്ലോലി എന്നോട് പറയും. മെല്ലെ അച്ഛനായപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ അച്ഛനുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് അച്ഛനായിരുന്നു. എന്ന് വെച്ചാല് പണ്ട് ഞാൻ ടെററായിരുന്നു. അവള് പറഞ്ഞ അമ്മ ഗുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഷാർട്ട് പിള്ളേരോട് അങ്ങനെ കളിക്കുന്ന അച്ഛൻ. പക്ഷെ കുട്ടികൾ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോഴേ നേരെ ഓപ്പോസിറ്റ് ആയി. പറഞ്ഞിടത്ത് ഭയങ്കര ഞാനാണെങ്കിൽ അവരോട് ഫ്രണ്ട്ലി ആയിട്ടാ നിൽക്കുക. ഞാൻ വളരെ കമ്പനി ആയിട്ടാ നിൽക്കുക. പക്ഷെ ഈ ഷൗട്ടും ഭയങ്കര സ്ട്രിക്റ്റാ. അതെ. അയ്യോ, ഞാൻ വിചാരിച്ചു ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ചില സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു യാഥാസ്ഥിതികനായ ഒരു അച്ഛനുണ്ട് ഉള്ളിൽ. അച്ഛനെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഇവിടെ ഒരു ടൂറ് പോണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിനകത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനകത്ത് കുറച്ചൊക്കെ ചേരാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പൊ ഈ കയറി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മള് അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഉള്ള സ്ഥലമല്ലേ. ഇപ്പൊ ഇവിടെ വീടാകുമ്പോ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്നത് അവരിപ്പോ പഠിപ്പിച്ച അവര് ശീലമായി. മുൻപ് ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് അപ്പൊ അമ്മ ഈ പറയുന്ന രീതിയില് അപ്പൊ ഈ പറയുന്ന ഞാൻ പറയും 3/4 ഇട്ടോ, അതിനപ്പുറത്തേക്ക് വരണം. അപ്പൊ ഉള്ളതെന്ന് വെച്ചാ അതെന്താ വീട്ടിലല്ലേ വെച്ചാ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അമ്മ പറയും അത്ര പിള്ളേർ ഇപ്പോഴും പറയും അതായത് ട്രൗസർ ഇട്ട് അത് ജട്ടിയെന്നും 3/4 ഇട്ട് കഴിഞ്ഞാൽ അത് ട്രൗസർ എന്ന് പറയാം. അങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ ഇട്ടോണ്ട്. അപ്പൊ അമ്മയ്ക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണല്ലോ, അവർക്ക് അവരുടേതായ ഒരു രീതി. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളെന്നും ഫുൾ ഡ്രസ് ഇട്ട് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവര് പറഞ്ഞ വീട്ടിലില്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സ്വതന്ത്രമായി നടന്നോട്ടെ എന്ന് പറയും. ഇപ്പൊ എല്ലാം കണ്ട് സെറ്റായി. എന്നാലും ചില ഡ്രസ്സുകൾ വരുമ്പോൾ ഞാൻ പറയും ഞാൻ അത് ബാക്കിയുള്ളവരെ കൂടെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. നമുക്കറിയാം കാലഘട്ടം മാറിയെന്നൊക്കെ പറയും. പിന്നെ നമുക്ക് എപ്പോഴും ചേരുന്ന ഡ്രസ്സുകൾ ഇടുന്നതാണ് ഒരു ഭംഗി. ഈ പറയുന്നത് ചിലപ്പോൾ നമുക്കിപ്പോൾ വീഡിയോസിലും റീൽസിലും ഒക്കെ നമുക്ക് കാണാം ചില കുട്ടികൾ
എത്ര ഡ്രസ്സ് കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാലും ഭംഗിയായിരിക്കും. അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും വേറൊന്നും ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള വസ്ത്രം വരുമ്പോഴാണ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രേ ഉള്ളൂ. ശരീരത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസ് ഉണ്ടാവണം. അതെ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടന് ഇനിയിപ്പം ചേച്ചി ഇനി സിനിമ എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ കംപ്ലീറ്റ്ലി ഫോർ ഡാൻസ് എന്നുള്ള രീതിയിൽ മാറ്റിയോ? ഞാനിപ്പോ അതിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. പലരും കംബാക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോ ചേച്ചി അത് എന്തായാലും വരുമായിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണില്ല. അല്ല, അങ്ങനെ ഒരു പിക്ചർ ഇല്ല എന്റെ മനസ്സിൽ, അതുകൊണ്ടായിരിക്കാം. അങ്ങനൊരു ഞങ്ങളിപ്പോ ഒരു പരസ്യം അഭിനയിച്ചു, അത് ഒരുപാട് നിർബന്ധിച്ച് ഞാൻ വലിച്ചോണ്ട് എന്റെ റിസ്കിൽ കൊണ്ടുപോയതാ. പക്ഷെ ഈ പറയുന്ന ഇവളെ അവിടെ പോകുമ്പോൾ അവളെ കംഫർട്ട് ആവാൻ വേണ്ടി നമ്മളൊരു പാടുണ്ട്. മറ്റേ ഞാൻ ഫ്രീ ആയിട്ടങ്ങ് പോയി അഭിനയിച്ചാൽ മതിയല്ല. അപ്പൊ അവള് കുറെ നാളുകൾക്ക് ശേഷം വരുന്നതാണ്. അപ്പൊ അവൾക്ക് വരുന്ന അവൾക്ക് ഇത് എല്ലാറ്റിലും കോൺഷ്യസ് ആണ്. ശരിയാവുണ്ടോ അഭിനയത്തിൽ അവള് പറയുന്ന രീതിയിൽ ഞാൻ ശരിയായോ. പക്ഷെ വേറെ ഒന്നുമില്ല, അഭിനയത്തിലൊന്നും മറക്കാനില്ല. ഒരാളുടെ ബ്ലഡിലുള്ളതല്ല ആക്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ MES ഹോസ്പിറ്റലിന്റെ പരസ്യം ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ. പരസ്യം നന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴും ഒരു പുറകിൽ വലിയുണ്ട്, പുറകോട്ട് വലിയുണ്ട്. ഇത്രയും നാളൊന്നും ചെയ്യാതിരുന്നതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഹോം മേക്കർ കൂടിയായി അല്ലേ? അത് എന്നെ കൊണ്ട് ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ല. മാറി മക്കളെ അവളിപ്പോ അവളുടെ വീട്ടിൽ പോകണില്ലെന്നേ. വീട്ടിൽ പോകുന്നില്ല. നമ്മള് സാധാരണ ഭാര്യമാരൊരു 10 ദിവസം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മള് പുറത്തൊന്ന് കറങ്ങാം, പൊണ്ടാട്ടി ഊർക്ക് പോയിട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ പൊണ്ടാട്ടി ഊർക്ക് പോയിട്ട് ഒരു ജംഗ്ഷനിൽ പോലും പോകുന്നില്ല, എപ്പോഴും ഇവിടെ തന്നെ. ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങള് എവിടെ പോണെന്ന് ചോദിക്കും എന്നോട്. ഞാൻ വീട്ടിൽ വന്നാൽ ഞാൻ എവിടെ പോകാറില്ല, ഞാൻ വൈകുന്നേരം പോലെ. അപ്പൊ എന്ന് പറയും എവിടെ പോണു, നമുക്ക് വൈകിട്ട് പുറത്ത് വന്നിട്ട് ഇവിടെ കിട്ടില്ല, വൈകുന്നേരം ആയാലും ഇവിടെ ഇറങ്ങില്ല. ഇവള് സമയം മാറി 8 ആയി 9 ആയി 10 ആയി അന്നങ്ങനെ ഡ്രോപ്പ് ആവും. എനിക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും വീട്ടിൽ വന്നാൽ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവൾക്ക് എവിടെയും പോകണ്ട. ഇപ്പൊ ടൂറ് പോകാൻ വേണ്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താലും അവള് വരില്ല. ഇപ്പൊ യാത്രകളൊന്നും അങ്ങനെ പോവാറില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും. ഇവൾക്ക് 2 മക്കൾ കൂടെ വേണം, ഇല്ലാതെ ഇവൾ ഇറങ്ങില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള യാത്രകൾക്ക് അവൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഏജൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും യാത്ര പോകണമെന്നൊക്കെ വിചാരിക്കും. ഒരാളില്ലാതെ ഒരു യാത്ര. ഇപ്പൊ ഞാൻ കാശ്മീർ ബുക്ക് ചെയ്തതാണ്. അവള് വിചാരിക്കും ഞാൻ എന്താ പറയാത്തത്. കാശ്മീർ ബുക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര, അവിടുന്ന് CRPFൽ എൻ്റെ ഉണ്ട്. അവര് പറഞ്ഞു അവർ സെക്യൂരിറ്റി അയച്ചു തരാമെന്ന് പറഞ്ഞു. കാശ്മീരിലേക്ക് നമുക്ക് ഒരാളെ സെക്യൂരിറ്റി ചെയ്തു തരും. അവിടുത്തെ കാര്യങ്ങൾ, തൊഴാനുള്ള കാര്യങ്ങൾ, അവിടുത്തെ വൈഷ്ണവ ടെമ്പിൾ, മറ്റുള്ള വിഷയങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു. വന്ദേ ഭാരത് യാത്ര ഡൽഹി ടു കാശ്മീർ അതെല്ലാം പ്ലാൻ ചെയ്തു. ഡൽഹിയിൽ താമസിക്കുന്ന അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്, പോലീസ് ഓഫീസേഴ്സും മിലിറ്ററിയിലെ ആൾക്കാരും ഒക്കെ. അപ്പോൾ എല്ലാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എല്ലാവരും പറഞ്ഞു പിന്നെന്താ ഷാജു പോരും ഇങ്ങ് പറയും, ഞങ്ങൾ നോക്കിക്കോളാം, ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു മോളുടെ എക്സാമാണെന്ന് പറഞ്ഞു. എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ എക്സാം അവളുടെ പഠിത്തമുള്ളൂ, ഇവൾക്ക് ക്ലാസ് ഉണ്ട്, ഇവൾ ഫുൾ ബിസിയാണ്, അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്ന്. ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തു, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും നമുക്കൊരു ഗ്രൂപ്പായിട്ട് പോകാൻ. പിള്ളേരുണ്ടെങ്കിൽ ഇതാണ്, അവൾക്ക് ഒറ്റയ്ക്ക് വരുന്ന അവൾക്ക് അല്ല ഒറ്റയ്ക്ക് വരുന്നതല്ല, അങ്ങനെ ഉണ്ടാവും. ഇന്ന് വരെ അങ്ങനെയേ ഉള്ളൂ. ഇവിടെ മൂകാംബികയില്ലേ, ഞാൻ രണ്ടുപേരും കൂടെ മൂകാംബികയിൽ പോയിട്ടെ, മൂകാംബിക തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ദേവിയെ കണ്ട ഫീലിങ്സ് ഉണ്ടാവും, എല്ലാം മനസ്സ് തുറക്കുമ്പോൾ കണ്ണ് നിറയുമല്ലോ. അല്ല, പിള്ളേർ കൂടെ ഇല്ല. ഞാൻ 3 ദിവസം പ്ലാൻ ചെയ്ത് ഞാൻ അടുത്ത ദിവസം ടിക്കറ്റ് റിട്ടേൺ ബുക്ക് ചെയ്ത് കയറി. അയ്യോ, അപ്പൊ ഇവര് ചെന്നൈയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ ഇവിടെ പോകുന്നത് സമയം? അല്ല, അത് ഞാൻ ബിസിയാണ്, ഇല്ല പറയുന്നില്ല. പക്ഷെ യാത്ര പോകുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ സുഹൃത്തുക്കൾ ആരെയും വേണം. അങ്ങനെ അല്ല അങ്ങനല്ല, കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. മറ്റേ നമ്മൾ രണ്ടുപേരും ആകുമ്പോൾ കൂടുതൽ ഇങ്ങനെ നമുക്കിപ്പോ വിഷയങ്ങൾ വീട്ടിൽ എന്നും സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മള് പോവാറില്ലേ? അത് പോവാം, ദൂരെ പോകരുത്. നമ്മൾ അടുത്തല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും, ഞങ്ങള് കറങ്ങും. അങ്ങനെ ഈ കാശ്മീർ പോകുന്നത് മൊത്തത്തില് അതെല്ലാം ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോ ഒരു യാത്ര ഉണ്ടാവുള്ളൂ. ഇനി എപ്പോഴെങ്കിലും നമ്മളൊരു പിള്ളേരായിട്ടുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവള് കംഫർട്ട് ആവില്ല. അപ്പൊ നമ്മൾ 2 ആളും കൂടെ ഉള്ള ഒരു ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്.